ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മാഗി വെച്ചിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഇഫ്താറിനുള്ള സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പക്ഷേ വേറെ എന്തോ ഒരു തിരക്കിലായതുകൊണ്ട് കുറച്ച് അധികം അങ്ങനെ മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്. അപ്പോൾ ഞാൻ പച്ചമുളക് അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ അരച്ചതല്ലാതെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നല്ല എരിവുള്ള ഒരു 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സവാളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാഗിയുടെ കൂടെ കിട്ടുന്ന ഒരു മസാലപ്പൊടി ഉണ്ടാവുമല്ലോ, ഏത് കമ്പനിയുടേതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ആ ഒരു മസാലയ്ക്ക് പകരമായിട്ട്. അല്ലാതെ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു മസാലപ്പൊടി കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മാഗി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു പാക്കറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അത്രയും ആ ഒരു മാഗി മതി. ഞാനിവിടെ വേവിച്ച് ഒരു കപ്പ് വെള്ളത്തിൽ വേവിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു മാഗിയും അതുപോലെ തന്നെ ഈ ഒരു മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു മാഗിയും അതുപോലെ തന്നെ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ വേവിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 1/4 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അധികം തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിനയല്ല മല്ലിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ചിക്കനും മസാലയും അതുപോലെ നൂഡിൽസും മല്ലിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു മസാലയും കുറച്ചൊന്ന് കുറവായിരുന്നു കേട്ടോ. മാഗി എനിക്ക് തോന്നുന്നു ഞാൻ വേവിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പാക്കറ്റ് മാഗി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു പീസാണ് വേവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മസാലപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാക്കറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് 4 കോഴിമുട്ട കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാഗി കൂടുതലായതുകൊണ്ടാണ് ഞാനിവിടെ 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 മുട്ട ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ ഇത്തിരി ഒരു പാടായിരിക്കും, കാരണം ആ ഒരു മുട്ടയും കൂടെ ഇതിങ്ങനെ കൊഴുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേശ്ശെയായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കേക്ക് ഇടുന്ന പാത്രത്തിലേക്ക് കുറച്ച് മാത്രം നമ്മൾ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാഗി മസാല കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒന്നിങ്ങനെ ഒരേപോലെ ആക്കിയിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഗ്യാസിൽ 15 മിനിറ്റ് സിമ്മിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഏകദേശം നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതിൻ്റെ മേലൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചിങ്ങനെ മല്ലിയില ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താലും അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ടൊന്നിങ്ങനെ കുക്ക് ചെയ്യാണ്. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പപ്പടക്കോല് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ അങ്ങനെ പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ഒരു മറ്റേ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കും കുറച്ചൊന്നിങ്ങനെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്നിങ്ങനെ സിമ്മിൽ വേവിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പിന്നെ നമുക്കിനി ഇതൊന്ന് ചൂടാറിന് ശേഷം ഒന്നിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഗി വെച്ചുള്ള പോളയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 മുട്ട വെച്ചിട്ട് 4 മുട്ട വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇനി മാഗി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയാലും ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയാലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. കാരണം മാഗി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. വലിയ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും മാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആർക്കെങ്കിലും മാഗി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ എന്ത് അഭിപ്രായങ്ങളായാലും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.